എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ സാസുക അവന്റെ മുഖം മുഴുവൻ ചോരയായിട്ട് അവന്റെ വലത്തെ കണ്ണ് നഷ്ടപ്പെട്ട് അങ്ങനെ വേദനയില് കിടന്ന് അലറുകയാണ്. ഹിറ്റാച്ചി ഇപ്പൊ സാസുകയുടെ കണ്ണുമായിട്ട് അങ്ങനെ ഹായായിട്ട് നിൽക്കുകയാണ്. സാസുകയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവനിപ്പോ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോ ഹിറ്റാച്ചി പറയും, നീയാണ് എന്റെ വെളിച്ചം. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നിനക്ക് മങ്കിക്കു ശരീരം കണ്ണില്ലാതെ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന്. നിന്റെ രണ്ടാമത്തെ കണ്ണ് അതും എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഹിറ്റാച്ചി വീണ്ടും ഇപ്പൊ സാസുകയുടെ അടുത്ത കണ്ണെടുക്കാനായി റെഡിയാവും. രക്ഷപ്പെടാൻ വേണ്ടി സാസുക ആവട്ടെ കേഴ്സ് മാർക്ക് പവർ ഉപയോഗിച്ച് ഹിറ്റാച്ചി അടിച്ചു തെറിപ്പിക്കും. സാസുക ഇപ്പോ അവന്റെ സെക്കൻഡ് ലെവൽ കേഴ്സ് മാർക്ക് പവറിലേക്ക് പോവും. ഒറോച്ചിമാറുവിന്റെ സ്നേക്കിന്റെ പവർ അതിപ്പോ മെല്ലെ പുറത്തേക്ക് വരും. ഹിറ്റാച്ചിക്ക് അവനുടനെ കാര്യം വഷളാകുന്നു മനസ്സിലാക്കി അവൻ ചൂടിനെടുത്ത കണ്ണ് ഇപ്പൊ ഒരു ബോട്ടിൽ അടച്ച് വീണ്ടും അവൻ ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് സാസുകയുടെ പിന്നിലൂടെ വന്ന് അവനെ മടക്കി ലോക്ക് ചെയ്ത് രണ്ടാമത്തെ കണ്ണെടുക്കാനായിട്ട് അവൻ വിരൽ ചൂണ്ടും. പക്ഷെ സാസുക അവൻ സമ്മതിക്കില്ല. അവൻ ഹിറ്റാച്ചിയെ കുടഞ്ഞു മാറ്റി ഇപ്പൊ തട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. ആക്ച്വലി ഹിറ്റാച്ചി അവൻ സാസുകയുടെ ഫസ്റ്റ് കണ്ണ് അത് ചൂഴ്ന്നെടുത്തത് ആ ഒരു ഇല്യൂഷൻ ഉപയോഗിച്ചാണ്. അത് കാണിച്ച് അവനിപ്പോ സാസുകയെ തളർത്തും. സാസുക ആവട്ടെ അവൻ ആ ഗെഞ്ചിപ്സ് സഹിക്കാൻ കഴിയാതെ ഇപ്പൊ അങ്ങനെ താഴേക്ക് വീഴും. അപ്പൊ അത് കണ്ടോണ്ടിരുന്ന വൈറ്റ് സെഡ്സ് പറയും, ഹിറ്റാച്ചി ജയിച്ചു. കാരണം സാസുക അവൻ ഓൾറെഡി ഇപ്പൊ ഹിറ്റാച്ചിയുടെ ആ ഒരു ഗെഞ്ചിപ്സുവിൽ പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഹിറ്റാച്ചിയും ഇപ്പൊ ഫ്രണ്ടിലേക്ക് ആഞ്ഞ് അങ്ങനെ താഴേക്ക് വീഴുന്നുണ്ട്. അത് കണ്ട് സെഡ്സു അവൻ ഷോക്കാവും. ഇവിടെ ഹിറ്റാച്ചി അവൻ സാസുകയോട് പറയും, നീ എന്റെ ഇല്യൂഷൻ ഗെഞ്ചിപ്സു അത് തന്നെ ഇപ്പൊ ബ്രേക്ക് ചെയ്തല്ലേ. അതിന് ബ്ലാക്ക് സെഡ്സ് പറയും, സാസുക അവനിപ്പോ വളരെ പവർഫുൾ ആണ്. അവൻ ഹിറ്റാച്ചിയുടെ ഗെഞ്ചിപ്സ് പോലും ഇപ്പൊ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അതിന് സെഡ്സ് പറയും, ഹിറ്റാച്ചിയുടെ കയ്യിലല്ലേ മങ്കിക്കു ശരിങ്ങം കണ്ണുള്ളത്, അതിനെ എങ്ങനെ സാസുകയെ കൊണ്ട് തോൽപ്പിക്കാൻ കഴിഞ്ഞു? അവന്റെ കണ്ണ് അത് വെറും ശുരിങ്ങം കണ്ണ് മാത്രമല്ലേ. അതിന് ബ്ലാക്ക് സെഡ്സ് പറയും, ആ ഒരു ശുരിങ്കൻ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. ഹിറ്റാച്ചി കഴിഞ്ഞും പവർഫുൾ ആയിട്ടും ആക്റ്റീവായിട്ടും അത് ഉപയോഗിക്കുന്നത് സാസുകയാണ്. അപ്പൊ സാസുക അവൻ ഹിറ്റാച്ചിയോട് പറയും, നിന്നെ കൊണ്ട് ഒരിക്കലും ഇല്യൂഷൻ അല്ലാതെ ഇതൊന്നും ഡയറക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിന് ഹിറ്റാച്ചി അവന് കലി കയറി പറയും, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വെല്ലുവിളിക്കും. നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ഇതെല്ലാം തന്നെ ഞാനിപ്പോ റിയാലിറ്റിയായി ചെയ്തു കാണിക്കാം. ഹിറ്റാച്ചി പറയും, നീ ഇപ്പൊ തന്നെ കീഴടങ്ങിക്കോ. ഞാൻ എന്റെ ആമത്തറ ജിപ്സു അത് പുറത്തെടുക്കാൻ പോവാണെന്ന് പറയും. അത് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ വൈറ്റ് സെഡ്സ് പറയും, എനിക്ക് ആ ഒരു ജിപ്സു കാണാൻ ഒരുപാട് നാളത്തെ എന്റെ ആഗ്രഹമായിരുന്നു. അതിന് ബ്ലാക്ക് പറയും, ഹിറ്റാച്ചി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, കാരണം സാസുകയ്ക്ക് അവന് നല്ല പവർ ഉണ്ട്. വൈറ്റ് സെഡ്സ് പറയും, ഹിറ്റാച്ചിയുടെ ലെഫ്റ്റ് മങ്കിക്കു ശരീരം കണ്ണ് അത് ശരിക്കും ഒരു ഗെഞ്ചിപ്സു ആണ്. അവന്റെ റൈറ്റ് കണ്ണ് ഉപയോഗിച്ചാണ് ഇപ്പൊ അവൻ പുതിയ ടെക്നിക്സ് അതെല്ലാം ചെയ്യുക. ഹിറ്റാച്ചി അവനിപ്പോ അവന്റെ ലെഫ്റ്റ് കണ്ണ് ഉപയോഗിച്ച് ആമത്തുറ ജിപ്സു അത് പുറത്തെടുത്തോണ്ടിരിക്കുകയാണ്. അത് കണ്ട് സാസുക അവൻ ഫ്യൂമ ക്ലാനിന്റെ ഷുരീങ്കനെടുത്ത് ചാടി വരും. അത് കറക്റ്റ് കണ്ട് ഇപ്പൊ ഹിറ്റാച്ചി കുനിഞ്ഞു നിൽക്കും. പക്ഷെ ആ ഒരു ഷുരീങ്കൻ അതിന്റെ ഷാഡോ ക്ലൗഡിനെ ക്രിയേറ്റ് ചെയ്ത് ഹിറ്റാച്ചിയുടെ താഴെയും മുകളിലുമായിട്ട് അങ്ങനെ കറങ്ങുകയാണ്. അതിന് സാസുക അവൻ ചിത്തോരി പവർ ക്രിയേറ്റ് ചെയ്ത് ആ ഷുരീങ്കനിലേക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കടത്തിവിടും. ഹിറ്റാച്ചി കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ അവിടുന്ന് രക്ഷപ്പെട്ട് മുൻപോട്ട് ഓടും. സാസുക അവന്റെ ഷുരീങ്കൻ അതൊരു കയറാക്കി മാറ്റി അങ്ങനെ പുറകോട്ട് വലിക്കും. അത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഹിറ്റാച്ചിയുടെ കാലിൽ കുടുങ്ങി അവൻ അടിച്ച് ഇപ്പൊ താഴെ വീഴും. അത് കാണുമ്പോ സാസുകയ്ക്ക് ഒരുപാട് സന്തോഷാവും. ഇത്തവണ ശരിക്കും ഷുരീങ്കൻ അതവന്റെ കാലില് ലോക്കായി. ഹിറ്റാച്ചിക്കാണെങ്കിൽ ഇപ്പൊ അനങ്ങാനും പറ്റുന്നില്ല. അവന്റെ കണ്ണും മര്യാദയ്ക്ക് കാണുന്നില്ല. സെഡ്സ് പറയും, തീർന്നു, ഇതോടുകൂടെ ഹിറ്റാച്ചിയുടെ കാര്യത്തില് തീരുമാനായി. ഈ ബാറ്റില് സാസുക തന്നെ ജയിക്കുമെന്ന് പറയുമ്പോ അതിന് ബ്ലാക്ക് പറയും, അതിന് വൈറ്റ് പറയും, അങ്ങനെ പറയാനായിട്ടില്ല, ഇനിയും ഒരുപാട് സമയം അവരുടെ മുൻപിലുണ്ട്. പക്ഷെ ഹിറ്റാച്ചി അവൻ സാസുകയെ പിടിച്ചു വലിച്ച് ഇപ്പൊ ഫയർബോൾ ജിപ്സ് തന്നെ സാസുകയ്ക്ക് നേരെ ഉപയോഗിക്കും. അപ്പൊ സാസുക അവൻ വിട്ടുകൊടുക്കില്ല. ചിത്തോരി തൂക്കിയെടുത്ത് അവനിപ്പോ മുകളിലേക്ക് വന്ന് അവനെ വെട്ടി വീശാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ഹിറ്റാച്ചി അവൻ വീണ്ടും ഫയർബോൾ ജിപ്സ് ഉപയോഗിച്ച് സാസുകയെ മുഴുവനായിട്ടും കത്തിക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത സാസുക അവന്റെ ഷീൽഡ് ഉപയോഗിച്ച് അവനെ മുഴുവനായിട്ടും കവർ ചെയ്യും. സാസുകയ്ക്ക് ഒരു പോറല് പോലും പറ്റില്ല. അവൻ സേഫ് ആയിട്ടിരിക്കുകയാണ്. സാസുക കലി കയറി വീണ്ടും ഹിറ്റാച്ചിയുടെ അടുത്തേക്ക് വരും. ഈ ഫയർബോൾ ജിപ്സ് ഉപയോഗിച്ച് എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കും അല്ലേ. സെഡ്സു ആവട്ടെ അവരുടെ ഫൈറ്റ് കാണാൻ കുറച്ചുകൂടെ അടുത്തേക്ക് വരും. ഇവിടെ നമ്മുടെ രണ്ടാൾക്കാരും അവര് കറങ്ങി തിരിഞ്ഞ് വീണ്ടും പരസ്പരം ഫയർബോൾ ജിപ്സു അത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും.
പക്ഷെ സാസുകയുടെ ഫയർ അതിന്റെ പവർ അത് കുറച്ച് കൂടുതലാണെന്ന് മനസ്സിലാക്കുമ്പോ ഹിറ്റാച്ചി അവന്റെ ലെഫ്റ്റ് കണ്ണു തുറന്ന് ഒരു പ്രത്യേക ജിപ്സ് ഉപയോഗിച്ച് ആ ഫയർ സാസുകയ്ക്ക് നേരെ തന്നെ ഇപ്പൊ റിട്ടേൺ അയക്കും. സാസുക ഷോക്കാവും. എന്താ സംഭവിക്കണേന്നറിയാതെ അവൻ വണ്ടറടിക്കും. ബ്ലാക്ക് സെറ്റ്സ് പറയും ഹിറ്റാച്ചി അവൻ ബ്ലാക്ക് ഫയർ ഉപയോഗിച്ച് സാസുകയുടെ ഫയറിനെ തകർത്ത് അത് അവന് നേരെ തന്നെ ഇപ്പൊ തിരികെ അയച്ചു. മാത്രമല്ല ആ ഒരു ബ്ലാക്ക് ഫയർ അത് വളരെ ഡേഞ്ചറാണ്. അതൊരു ഒബ്ജക്റ്റില് കത്തിപ്പിടിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് നശിക്കുന്നത് വരെ അത് സ്റ്റോപ്പ് ആവില്ല. സാസുകയ്ക്ക് കാര്യം മനസ്സിലാവും. അവൻ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. ഹിറ്റാച്ചി അവന്റെ കണ്ണടച്ച് ഇപ്പൊ അമത്തരാസി ജിപ്സു അത് പുറത്തെടുക്കും. അമത്തരാസി ജിപ്സു അതിപ്പോ സാസുകയുടെ ക്ലോസ് എത്തും. അത് അടുത്ത് വരെ ഇപ്പൊ സാസുക അവൻ മുൻപോട്ട് ഓടും. പക്ഷെ അവസാനം ആ ഒരു തീയില് ഇപ്പൊ സാസുക പെട്ടുപോവാണ്. അമത്തരാസി ഫയർ അത് സാസുക കത്തിത്തീരും വരെ ഇപ്പൊ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഹിറ്റാച്ചി അവൻ മെല്ലെ ഇപ്പോ സാസുകയുടെ തൊട്ടടുത്തേക്ക് വരും. അവനിപ്പോ സാസുകയുടെ മേലെയുള്ള ആ ഒരു അമത്തരാസി പവർ, ആ ഒരു അമത്തരാസി ഫയർ അത് സ്റ്റോപ്പ് ചെയ്ത് അവന്റെ രണ്ടാമത്തെ കണ്ണെടുക്കാനായി അവന്റെ തൊട്ടടുത്തെത്തും. അപ്പൊ ബ്ലാക്ക് സെറ്റ്സു അവൻ ഹാപ്പി ആയിട്ട് പറയും വാവ്. അങ്ങനെ ഒടുവില് ഹിറ്റാച്ചി തന്നെ ജയിച്ചു. ഹിറ്റാച്ചി ഇപ്പോ അടുത്ത കണ്ണും എടുത്ത് അവന്റെ കണ്ണിൽ വെക്കും. ഇവിടെ ഹിറ്റാച്ചി പതിയെ സാസുകയുടെ ബോഡിയിൽ തൊടും. അപ്പൊ അവൻ കാണും ഇപ്പൊ സാസുകയുടെ ബോഡി അതൊരു മണ്ണ് പോലെ പൊടിഞ്ഞു പോകുന്നത്. കാരണം സാസുക അവൻ ഭാഗ്യത്തിന് ഇപ്പൊ ഭൂമി തുറന്ന് അതിന്റെ അണ്ടറിൽ പോയി അങ്ങനെ സേഫ് ആയിട്ട് നിൽക്കാണ്. അതിന് ഹിറ്റാച്ചി ചിരിക്കും. സാസുക അവൻ കത്തിച്ച ഓൺ ദ സ്പോട്ടില് സാസുക ആവട്ടെ അവന്റെ ചിത്തോരി പവർ ഉപയോഗിച്ച് അണ്ടർഗ്രൗണ്ടില് വലിയൊരു ദ്വാരം ഉണ്ടാക്കി അതിന്റെ താഴേക്ക് പോവും. പിന്നീട് സാസുക ഒറോച്ചിമാറുവിന്റെ സ്നേക് പവർ അതുപയോഗിച്ച് അവൻ സെക്കൻഡ് സ്റ്റേറ്റിലേക്ക് മാറി വീണ്ടും പവർ ആർജിക്കും. കട്ട് ചെയ്ത ഹിറ്റാച്ചി അവൻ ഓൾറെഡി ഇപ്പൊ അവന്റെ കണ്ണിന്റെ പവർ അതൊരുപാട് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ അവനിപ്പോ തളർന്ന് താഴെ ഇരിക്കും. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മുടെ സാസുക ആവട്ടെ അവൻ ഡ്രാഗൺ ഫയർ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹിറ്റാച്ചി അങ്ങനെ തന്നെ ഇപ്പൊ താഴെ നിന്ന് കത്തിക്കാനായിട്ട് ആരംഭിക്കും. അവൻ ആ തീ ദേഹത്തുകൊണ്ട് കിടന്ന് പൊളയാൻ തുടങ്ങും. പക്ഷെ വിട്ടുകൊടുക്കാതെ അവൻ മുൻപോട്ട് ഓടി ഇപ്പൊ രക്ഷപ്പെടും. പക്ഷെ സാസുക അവൻ വിടില്ല. വീണ്ടും ഡ്രാഗൺ സ്റ്റൈൽ ഫയർ ജിപ്സ് ഉപയോഗിച്ച് ആ സ്ഥലം തന്നെ അവനിപ്പോ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹിറ്റാച്ചി അവന്റെ ഒരു മങ്കിക്കു ഷെരിങ്ങും കണ്ണ് അത് ഒരുപാട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിന്റെ പവർ ഓൾമോസ്റ്റ് തീർന്ന് ഇപ്പൊ നോർമൽ ഷെരിയങ്കനായി മാറും. മറ്റൊരു വശത്ത് സാസുക അവൻ ഡ്രാഗൺ സ്റ്റൈൽ ഫയർ ജിപ്സ് എടുത്തതുകൊണ്ട് തന്നെ അവനും ടയേർഡായി ഒരു ഭാഗത്തിരിക്കുകയാണ്. അവർക്ക് ചുറ്റും ഇപ്പോ ബ്ലാക്ക് ഫയർ അത് കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഹിറ്റാച്ചിയെ കൊണ്ട് മാത്രമേ ഇനി അണയ്ക്കാനായിട്ട് സാധിക്കൂ. അപ്പൊ രണ്ടുപേരുടെ അവസ്ഥ കണ്ട് ഇപ്പൊ സെറ്റ്സ് പറയും ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ പവറില്ല. സാസുക ആവട്ടെ അവന്റെ പവർ അത് ഒരുപാട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ നോർമലായി മാറും. അതിന് സാസുക പറയും നീ പറഞ്ഞത് ശരിയാണ്, എന്റെ കയ്യില് ഇപ്പൊ ചക്ര പവറേ ഇല്ല. അപ്പോഴാണെങ്കില് ഭയങ്കര മഴ പെയ്യും. സാസുക വീണ്ടും പറയും ഞാൻ ഡ്രാഗൺ ഫയർ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഒരുപാട് പവർ ലോസ് വന്നു. മാത്രമല്ല എനിക്കൊരിക്കലും നിന്റെ ബ്ലാക്ക് ഫയർ അതിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് സാസുക ഇപ്പൊ ഹിറ്റാച്ചിയോട് പറയും. നല്ല മഴ പെയ്യുന്നുണ്ട്. ഹിറ്റാച്ചി ആവട്ടെ അവൻ സാസുകയെ തന്നെ ഇപ്പൊ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും